ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയല്ലോ. ഒരു തനിനാടൻ രസം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറികൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് 10-12 ചെറിയ ഉള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 7 വെളുത്തുള്ളിയും എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വാളംപുളിയാണ് കേട്ടോ. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചട്ടി എടുത്ത് അടുപ്പത്തിലോട്ട് വെച്ച് അതിൽ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നമ്മൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ തീ കൂടി കിടക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. കുരുമുളക് നമുക്ക് മുഴുവനോടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളിത് ചതയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നമുക്ക് ചതയ്ക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഫ്രഷ് കുരുമുളകാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ല മുഴുവനോടെ ഉണ്ടെങ്കിൽ നമ്മളിത് ക്രഷ് ചെയ്യുന്ന സമയത്ത് കൂടെ ഇട്ട് ക്രഷ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പൊടികളെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണേ. അപ്പോൾ തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി മതിയാവും. എൻ്റെ കയ്യിൽ വലിയ തക്കാളിയുടെ ചെറിയ തക്കാളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് മുറിച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് മുറിച്ചിടാം. ഇനി തക്കാളി എല്ലാം അധികം ഒന്ന് വെന്ത് കുഴഞ്ഞു വരെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടി ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരത്തെ പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തതാണ്. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഈ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടും, ചിലർക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി രസം റെഡിയായി കിട്ടും. വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.